എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ദീപക്. കഴിഞ്ഞ വീഡിയോയിൽ കൊട്ടൻ ചുക്കാദി തൈലത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ. അപ്പം എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്, വേറെ ഒരു ഓയിലാണെങ്കിൽ പോലും ആയുർവേദിക് ഓയിൽസ് ആണെങ്കിലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ആവി പിടിക്കുന്നുണ്ടെങ്കിൽ, വേദനയ്ക്ക് ആവി പിടിക്കുന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടിയ ശേഷമാണ് നമ്മൾ ആവി പിടിക്കേണ്ടത്. അപ്പോഴാണ് ശരിക്കും ഫലം കിട്ടുന്നത് ആയുർവേദ പ്രകാരം പറയുന്നത്. ഇനി എണ്ണ ചൂടാക്കേണ്ട വിധം, ചെറിയ പാത്രമാണെങ്കിൽ നമ്മൾ എണ്ണ ചൂടാക്കേണ്ടത് ഡബിൾ ബോയിലിംഗ് വഴിയാണ്. എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ശേഷം ആ തിളച്ച വെള്ളത്തിൽ തൈലത്തിന്റെ പാത്രം വെച്ച് ചൂടാക്കുക. കട്ടിയുള്ള പാത്രമാണ്, ഉരുളി പോലത്തേക്ക് പാത്രമാണെങ്കിൽ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ചൂടാക്കാവുന്നതാണ്. എണ്ണ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചൂടായ ശേഷം തൊട്ട് നോക്കി സഹിക്കാവുന്ന ചൂടാണെങ്കിൽ, കൈക്ക് സഹിക്കാവുന്ന ചൂടാണെങ്കിൽ അതെടുത്തിട്ട് കുറച്ച് ഒഴിച്ച ശേഷം നമുക്ക് വേദനയുള്ളവർക്ക് പുരട്ടാവുന്നതാണ്. പുരട്ടി ചെറിയ രീതിയിൽ മസാജ് ചെയ്യാവുന്നതാണ്. കുളിക്കുന്നതിന് 1 മണിക്കൂറിന് മുന്നെങ്കിലും തേച്ച് പിടിപ്പിക്കുമ്പോഴാണ് ശരിക്കുള്ള ഫലം നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് വേദനയ്ക്കൊക്കെ. സ്കിന്നിൽ എന്തെങ്കിലും വ്രണങ്ങൾ ഉണ്ടെങ്കിൽ, മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ ആമവാദത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ആമവാദം ഉള്ളവർ ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ നമ്മൾ ഓയിൽസ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായിട്ട് നീരുള്ള അസുഖങ്ങൾക്കൊന്നും നമ്മൾ എണ്ണ ഉപയോഗിക്കരുത്. അത് നമ്മുടെ അസുഖം കൂട്ടുകയുള്ളൂ. ഡോക്ടറെ കണ്ട ശേഷം അത് ഉപയോഗിക്കാവുന്ന ഉറപ്പ് വരുത്തിയിട്ട് അപ്ലൈ ചെയ്യാവൂ. എങ്ങനെയാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടതെന്ന് പലവർക്കും സംശയമുള്ള കാര്യമാണ്. കൈമുട്ട് അല്ലെങ്കിൽ കാൽമുട്ടിനൊക്കെ ഒരുപാട് സന്ധികൾ ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എണ്ണ പുരട്ടി സർക്കുലർ മോഷനിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. ഇനി പേശികളാണെങ്കിൽ നീളത്തിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. പേശികളാണെങ്കിൽ പ്രത്യേകിച്ച് കാലിലൊക്കെ നമ്മൾ മസാജ് ചെയ്യേണ്ടത് കീഴിൽ നിന്നും മുകളിലേക്ക് ആണ് ഉപയോഗിക്കേണ്ടത്, മസാജ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ലോങ് സ്ട്രോക്ക്. മൃദുവായ അമർത്തലുകൾ ചെയ്യുക, ശക്തിയേറിയ അമർത്തലുകൾ ഒഴിവാക്കുക. സോഫ്റ്റായിട്ട് നമ്മൾ മസാജ് ചെയ്യുക. കഴുത്ത്, കാൽമുട്ട്, അതുപോലെ തന്നെ കാലിന്റെ ചുവട്, ഇവയൊക്കെ സ്പെഷ്യൽ മർമ്മ ഏരിയാസ് ആണ്. വേദന കുറയാൻ മൃദുവായി മസാജ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മർമ്മ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം. എണ്ണ പുരട്ടി മസാജ് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കുക. 1 മണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിക്കുന്നതാണ് വളരെ നല്ലതാണ്. അതിനുശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. അടുത്തത് കൊട്ടൻ ചുക്കാദി ഓയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ആരൊക്കെയാണെന്ന് നോക്കാം. പനിയുള്ളവർക്കൊന്നും എണ്ണ തേച്ച് കുളിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ദഹനം ശരിയല്ലാത്തവർക്ക്, വയറിന് അസുഖമുള്ളവർക്കൊന്നും അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ചുമ, സൈനസൈറ്റിസ്, തലയ്ക്ക് വളരെ ഖനം തോന്നുന്ന ഹെവിനെസ് ഫീൽ ചെയ്യുന്നവർക്കൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കൂടുതലായിട്ട് ക്ഷീണമുള്ളവർക്ക് ഒരു ഡോക്ടറെ കണ്ട ശേഷമേ എണ്ണ തേച്ചൊക്കെ കുളിക്കാൻ പാടുള്ളതുള്ളൂ. സ്കിൻ ഡിസീസ് ഉള്ളവർ, ചൊറിച്ചിലും അതുപോലെ തന്നെ വ്രണങ്ങളുള്ളവർക്കൊക്കെ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപസ്മാരമുള്ളവർക്കും അതേപോലെ ഉപയോഗിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലായിട്ട് വേദന ഉള്ളവർക്ക് ഇനി മസാജ് അല്ലാതെ നമുക്ക് വേദനയ്ക്ക് ഇത് വേറെ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള പഞ്ഞി 2 ലെയറായിട്ട് എടുത്ത ശേഷം ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ ചൂടാക്കുക. സഹിക്കാൻ പറ്റാവുന്ന ചൂടിൽ ഓയിൽ ചൂടായ ശേഷം എണ്ണയിൽ മുക്കി വേദനയുള്ള ഭാഗത്ത് പൊള്ളാത്ത രീതിയിൽ വെക്കുക. ചൂട് പോകുന്നത് വരെ നമുക്കത് അവിടെ വെക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും പഞ്ഞി തന്നെ ചൂടായ എണ്ണയിൽ മുക്കി വീണ്ടും നമുക്ക് ഇത് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. ഒരു അരമണിക്കൂർ ഒക്കെ ഇങ്ങനെ നമുക്ക് ചൂട് പിടിക്കുന്നത് മുട്ടുവേദനയ്ക്കും എവിടെയാണോ വേദന ഉള്ളത് അത് പെട്ടെന്ന് പോകാനും സഹായിക്കും. ഇതൊരു 2-3 ദിവസമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ എണ്ണ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എണ്ണ ആയതുകൊണ്ട് തന്നെ മിക്ക ഫാർമസീസ് നമുക്ക് അവൈലബിൾ ആണ്. കോട്ടയ്ക്കൽ ആയുർവേദശാല, ഔഷധി, വൈദ്യരത്നം, നാഗാർജുന, എല്ലാ ഫാർമസീസിലും നമുക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.